friends, how are you all doing? നമ്മുടെ ഈ ഫാസ്റ്റ് പേസ്ഡ് മോഡേൺ ലൈഫിൽ നമ്മൾ കോൺഷ്യസ്ലി പോസ് ബട്ടൺ അമർത്തിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ഇസ് ഗോയിങ് ടു ടേക്ക് us ഫോർ എ റൈഡ്. സോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് എന്ന് പറഞ്ഞപ്പോൾ ഐ ഡിസൈഡഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ ബ്രേക്ക്, മൈ പോസ് ബട്ടൺ. സിൻസ് ഇത് നമ്മുടെ റുട്ടീൻ വെക്കേഷൻ അല്ലാത്തത് കൊണ്ട് അധികം ഷോപ്പിംഗ് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് റെഗുലർ സ്വീറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാമാണ് നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോയത്. എസ്പെഷ്യലി ചോക്ലേറ്റ്സ് വിച്ച് ഐ തിങ്ക് സംഹൗ യു എയിലെ ചോക്ലേറ്റ്സ് ടേസ്റ്റ് ബെറ്റർ ദെൻ ഇന്ത്യ. ഡു യു അഗ്രി? ഇത് നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരണമായിരുന്നു. എൻ്റെ ബ്രദർ ഇസ് എ ബിഗ് ഫാൻ ഓഫ് സ്കിറ്റിൽസ് ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദി ഫ്ലേവേഴ്സ് ഓഫ് സ്കിറ്റിൽസ്. ഇത് റെഗുലർ ഫ്രൂട്ട്സ് ആണ്, crazy sour and dessert, and this is what tropical and this is wild berry and this is smoothie and this is giant. എന്താ ഇത്? നമ്മുടെ സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പല്ലും കൂടി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ കിച്ചൺ ക്യാബിനറ്റ്സ് ചെക്ക് ചെയ്യും. ബിക്കോസ് ഞാൻ യൂസ് ചെയ്യാത്ത സംഭവങ്ങൾ ഞാൻ അമ്മയ്ക്ക് കൊടുക്കും, അമ്മ അവിടെ യൂസ് ചെയ്യാത്ത സംഭവങ്ങൾ ഞാൻ ഇവിടെ തിരിച്ചു കൊണ്ടും. സോ വി കൈൻഡ് ഓഫ് റീപർപ്പസ് ദ തിങ്സ് ആൻഡ് കൈൻഡ് ഓഫ് ഹെൽപ്പ് ഔട്ട് ഈച്ച് അതർ ടു ഡീക്ലട്ടർ ദ കിച്ചൺ ആൻഡ് മേക്ക് തിങ്സ് യൂസ്ഫുൾ. വിൻറ്റേഴ്സ് ആർ ഹിയർ. ഞാൻ കഴുകിയ ക്ലോത്ത്സ് ഒന്നും ഉണങ്ങിയിട്ടില്ല. ആൻഡ് ഐ ബീയിങ് ദി ലാസ്റ്റ് മിനിറ്റ് പേഴ്സൺ, ഞാൻ എനിക്ക് ഇന്ത്യക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളെല്ലാം ലാസ്റ്റ് മിനിറ്റാണ് കഴുകിയത്. സോ ഐ ആം ഡെസ്പെറേറ്റ്ലി പ്രേയിങ് ദാറ്റ് മൈ ക്ലോത്ത്സ് ഡ്രൈ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വെയിൽ എവിടെയാണ് വരുന്നത് അവിടെ സ്ഥലത്താണ് ഞാൻ ലോണ്ട്രി വെക്കണത്, സോ ദാറ്റ് ഇറ്റ് ഡ്രൈസ് ഫാസ്റ്റ്. ഓൾസോ ഈ പൈല് കണ്ടോ, എൻ്റെ അയണിങ് ബോർഡ് ഹാസ് ബിക്കം എ സ്റ്റാൻഡിങ് ടേബിൾ. സോ ഇതൊന്നും എനിക്ക് ക്ലിയർ ആക്കണം. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഈ വർഷം ചെയ്തത് ഐക്കിയന് ഈ സ്റ്റോറേജ് ബെഡ് വാങ്ങിക്കേണ്ടതാണ് കേട്ടോ. ബിക്കോസ് ദർ സോ മച്ച് സ്പേസ് ഇൻസൈഡ് ഇറ്റ് ടു കീപ് ലോട്ട് ഓഫ് തിങ്സ്. എസ്പെഷ്യലി ഇപ്പോൾ സ്റ്റോറേജ് കുറവാണെങ്കിൽ ബെഡിൻ്റെ താഴെ വെക്കുന്നത് നല്ലതാണ്. സോ ദിസ് ഹാസ് 4 ട്രോളീസ്, ഇങ്ങനെ വലിച്ചെടുക്കുന്ന ക്യാബിനറ്റ്സ് ഉണ്ട്. ആൻഡ് യു ക്യാൻ കീപ് ആസ് മെനി തിങ്സ് ആസ് യു വാണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ നമ്മൾ കളിച്ചിരുന്നത് സ്റ്റാച്യു ആൻഡ് റിലീസ്? സോ സ്റ്റാച്യു എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീസായിട്ട് നിൽക്കും ഫ്രം വാട്ട് എവർ വി ആർ ഡൂയിങ്. ആൻഡ് അതൊന്ന് ഓർത്തു നോക്കൂ, നമ്മൾ ആ ഫ്രീസായി നിൽക്കുന്ന സമയത്ത് എത്ര ഡിഫിക്കൾട്ടായിരുന്നു അല്ലേ? സെയിം തിങ് അപ്ലൈസ് ഫോർ ലൈഫ് ഓൾസോ. നമ്മൾ സ്റ്റാച്യു അല്ലെങ്കിൽ പോസ് എടുക്കുമ്പോൾ നമുക്ക് കുറേ ഡിഫിക്കൽട്ടി വരും. ബിക്കോസ് ദാറ്റ്സ് നോട്ട് വാട്ട് വി ഹാവ് ബീൻ ഡൂയിങ് കുറേ നാളത്തേക്ക്. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ ഈ പോസ് എടുക്കുന്ന സമയത്ത് കുറേ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ ഷോക്കാവും കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ആരുടെയും കല്യാണം അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ എൻ്റെ ഗേർലിനെസ് പുറത്തേക്ക് വരായിരുന്നു ടു അറ്റൻഡ് മാരേജ്. സോ ഞാൻ എൻ്റെ ഡ്രസ്സിനനുസരിച്ചിട്ട് മാച്ചിങ് സംഭവങ്ങൾ എന്തൊക്കെ സൂട്ടാവും അതിനനുസരിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. സോ ലുക്ക് അറ്റ് ദിസ് ലവ്ലി ജുംക. ഇത് കംപ്ലീറ്റ്ലി ഒരു പിക്കോക്ക് കളറിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഇത് പോകും. സോ ഞാൻ 2-3 ഇങ്ങനെ വെച്ച് നോക്കാൻ ആൻഡ് ഫൈനലി ഐ ഡിസൈഡഡ് ടു ഗോ വിത്ത് ദിസ് പിങ്ക് കളർ ഒരു ജുംക. ആൻഡ് ദെൻ നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് ആണ്. അപ്പോൾ അവർക്ക് ഹൽദി, മെഹന്തി ഇതെല്ലാം ഭയങ്കര ഫേമസ് ആക്ടിവിറ്റിയാണ്. സോ ഞാൻ ഹൽദിക്ക് വേണ്ടിയിട്ട് ഈ യെല്ലോ കുർത്ത വിത്ത് ഈ യെല്ലോ ഷോൾ എടുക്കുകയാണ്. ഇറ്റ്സ് ആക്ച്വലി ബ്ലൂ കുർത്ത വിത്ത് യെല്ലോ ഷോൾ. ഇത് W എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓസം കോട്ടൺ ആണ്. ബോഡി ഫീൽ അടിപൊളിയാണ് കേട്ടോ. ഇന്ത്യയിൽ കിട്ടുന്ന കോട്ടൺ ക്വാളിറ്റി വേറെ എവിടെയും കിട്ടില്ല. ട്രസ്റ്റ് മീ, ഇഫ് യു ആർ ഗോയിങ് ടു ഇന്ത്യ നല്ല കോട്ടൺ മെറ്റീരിയൽ വാങ്ങിച്ചു വയ്ക്കുക ഫോർ ദ ഹാർഷ് സമ്മേഴ്സ് ഓഫ് UAE. പിന്നെ ഈ ഹൽദിക്ക് ഞാൻ കുറച്ച് സിൽവർ ബാംഗിൾസ് ഇടുകയാണ്. ഈ സിൽവർ ബാംഗിൾസിൻ്റെ കൂടെ
ഇങ്ങനത്തെ വലിയ ഇയറിങ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. സോ ഐ പിക്ഡ് 1 silver jewelry and let us pack all these for the awesome wedding. ഞാൻ കുറച്ച് ഡെയിലി ഡിസ്പോസിബിൾ ലെൻസസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കല്യാണം, ഹൽദി ആൻഡ് മെഹന്തി ഇത് 3 ദിവസമാണ്. സോ ഐ എം തിങ്കിങ് ഓഫ് വെയറിങ് ലെൻസസ് ഫോർ ദീസ് 3 days. എനിക്ക് കണ്ണാടിയും പിന്നെ ഇന്ത്യൻ വെയറും ഒരുമിച്ചിടുമ്പോൾ എന്തോ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ലുക്കാണ് എനിക്ക് തോന്നാറുള്ളത്. സോ ഐ തോട്ട് ഐ വിൽ ഡിച്ച് മൈ ഗ്ലാസസ് ഫോർ ദീസ് 3 days ആൻഡ് ഞാൻ ഇത് പാക്ക് ചെയ്യാണ്. യു നോ വാട്ട്, ഒരു പ്രാവശ്യം വിശാൽ എന്നോട് ചോദിക്കായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് കഴിക്കുന്നത്. ആൻഡ് ഐ വാസ് ലൈക്ക്, ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിശാൽ അങ്ങനെ തന്നെ സ്കിന്ന് കളയാതെ ചിലപ്പോൾ അത് കഴിച്ചു എന്ന് വരും. അപ്പോൾ ഞാനതൊക്കെ സ്കിന്നൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. സോ ദാറ്റ് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ഹിസ് ലഞ്ച്. ആൻഡ് ദെൻ എൻ്റെ ക്ലോത്ത്സൊക്കെ പതുക്കെ പതുക്കെ ഉണങ്ങാൻ തുടങ്ങി. Cilantro baked fish with Madras curried mayo. Can I smell it? Broccoli. 26. Not bad. Anything else you want? No. Your fries fresh, eh? Amazing. വിശാൽ വിശാലാണെങ്കിൽ നല്ല സാഡായിരുന്നു ഓഫ് മീ ഗോയിങ്. കാരണം എന്നെ പോലെ തന്നെ വിശാലും ഇന്ത്യയിൽ അധികം വെഡ്ഡിങ് അല്ലെങ്കിൽ സോഷ്യൽ ഇവൻറ്റ്സ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല കുറേ നാളായിട്ട്. സോ ഹി വാസ് വെരി സാഡ്. ബട്ട് എന്ത് ചെയ്യാല്ലേ, ജസ്റ്റ് നമ്മൾ ദുബൈയിൽ ഷിഫ്റ്റായി, പുതിയ ജോലി. സോ ഡ്യൂ ടു ഹിസ് പ്രൊബേഷൻ പീരിയഡ് വിശാലിന് മുടക്കെടുക്കാൻ പറ്റിയില്ല. #പ്രവാസി ലൈഫ് അല്ലേ. നാഷണൽ ഡേയുടെ സമയത്ത് ബുക്ക് ചെയ്തത് കൊണ്ട് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ടിക്കറ്റ്. അതുകൊണ്ട് എക്കണോമിക്കലായിട്ട് അപ്പോൾ കിട്ടിയ ടിക്കറ്റ് ആയിരുന്നു സ്പൈസ് ജെറ്റ്. സ്പൈസ് ജെറ്റ് സ്ട്രിക്ട്ലി ഓക്കെ ആണ്, റിവ്യൂ നോട്ട് ദാറ്റ് ഗ്രേറ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. തിരിച്ചു വരുന്ന സമയത്ത് സ്പൈസ് ജെറ്റ് വാസ് മച്ച് ബെറ്റർ എയർക്രാഫ്റ്റ് ആയിരുന്നു. ഈ എയർക്രാഫ്റ്റ് എനിക്ക് അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ തോന്നിയില്ല. ബട്ട് എനിവേ ഡിഡ് ദ ജോബ് ഓഫ് ടേക്കിംഗ് മീ ടു ഇന്ത്യ സേഫ്ലി ആൻഡ് റീച്ചിങ് ഓൺ ടൈം. मोबाइल फोन्स और इसको तब तक बंद रखें जब तक एयरक्राफ्ट अपने निर्धारित स्थान पर नहीं पहुंच जाता। कप्तान दिमित्री, सह कप्तान ऑस्कर मोरेनो और स्पाइसजेट और कॉरिडोर क्रू की ओर से हम आप सभी का
അങ്ങനെ ഫൈനലി നമ്മൾ ഛത്രപതി ശിവാജി ടെർമിനസ് എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്നിട്ട് ബെൽറ്റിൻ്റെ അടുത്ത് പോവാണ് ടു ടേക്ക് ദ ലഗേജ്. എൻ്റേതാ വമ്പൻ ലഗേജ് വരുന്നുണ്ട് ബ്ലൂ കളറിൻ്റെ. ഇനി അടുത്തെങ്ങാനും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനത്തെ ഒരു 30 ലഗേജ് സിംഗിൾ ബാഗ് കൊണ്ടുപോയില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് ക്യാരി ഇറ്റ്. സോ ഞാൻ എൻ്റെ സ്ട്രെങ്ത് എല്ലാം ശേഖരിക്കുകയാണ് ടു പിക്ക് ദറ്റ് അപ്പ്. എൻ്റെ അച്ഛനും അനിയനും വന്നിട്ടുണ്ടായിരുന്നു ടു പിക്ക് മീ അപ്പ്. ഞാൻ ആദ്യം തന്നെ ഏറ്റവും ഈഗർലി വെയിറ്റ് ചെയ്യുന്നത് ബോംബെയിലെ സൗണ്ട്സ് ആണ്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ അമ്മയുടെ ഗാർഡനൊക്കെ ഒന്ന് നോക്കായിരുന്നു, എന്തൊക്കെ പ്ലാന്റ്സ് ആണ് ഷീ ഹാസ് പൊട്ടഡ്. എന്ത് നല്ല ഭംഗിയാലേ. ഇത്തിരി മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു, സോ അതുകൊണ്ട് നല്ല ഫ്രഷ് ഗ്രീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് അവൈറ്റഡ് തിങ്. സോ അമ്മ അടിപൊളി അപ്പം ആൻഡ് മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് വിച്ച് ഐ ഹാവ് കറൻ്റ്ലി ഇൻ മൈ ലൈഫ്, ആൻഡ് ദാറ്റ് ഈസ് അമ്മ ആൻഡ് ഹോം കുക്ക്ഡ് ഫുഡ്. സോ ഞാനിതിപ്പോൾ എൻജോയ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മൈ വ്ളോഗ്. ആൻഡ് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ടേക്ക് വെരി ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. Take care and bye-bye.